പ്രശാന്തേട്ട ഒരു എല്ലാ എപ്പിസോഡുകളിലും ഇല്ലെങ്കിലും വളരെ ഇമ്പാക്ട്ഫുൾ ആയ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ സ്വാഗറും കാര്യങ്ങളും എല്ലാം. കാരണം തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇടികൊള്ളിയാണ്, വെറുതെ തല്ലുകൊള്ളി മാത്രമാണ്, ഒരു പോലീസ് വന്ന് പേടിപ്പിച്ചാൽ പേടിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് ആ മാർക്കറ്റിലെ സീനിൽ കളി മാറുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ കൊന്ത കടിച്ചു പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് തന്നെ. ഈ താങ്ക് യു. കഥാപാത്രത്തെ കുറിച്ച് ഒരു ഒരു കൃഷാന്ത് ഒരു ഇനീഷ്യൽ ഐഡിയ ഇപ്പൊ കരാട്ടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒരു ഔട്ട്ലൈൻ എന്തായിരുന്നു തന്നത്? ബ്രൂസ്ലി ടഫാണ്, ഉം. ടഫ് ഗായ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ആ. ബ്രൂസ്ലി ഈ പറഞ്ഞ പുരുഷപ്രായത്തിന് തന്ന പോലത്തെ തന്നെ പുരുഷപ്രായത്തില് സെബാസ്റ്റിന് തന്ന ബ്രീഫ് എന്ന് പറയുന്നത് അയാള് ഇരട്ടച്ചങ്ങനാണ്. ആ. അയാൾ എവിടെയും ഒറ്റയ്ക്ക് ചെല്ലും, പക്ഷെ ഇടി മേടിക്കും എന്നുള്ളായിരുന്നു സെബാസ്റ്റിന്. ഇതിനകത്ത് ഇയാൾ ഇരട്ടച്ചങ്ങനാണ്, ഉം. ഇയാൾ പണി കൊടുക്കും. ഉം. ഇയാള് കുടുംബമുണ്ട്, ഇരട്ടക്കുട്ടികളുണ്ട്. ഇയാള് വളരെ ആരോടും അങ്ങോട്ട് കയറി ഒരു പരിപാടിക്കും പോകത്തില്ല, പക്ഷെ വന്നാ വിടില്ല എന്നൊക്കെയുള്ള ബ്രീഫാണ് തന്നത്. ഉം. പിന്നെ നടപ്പിലും പരിപാടിയിലും നിപ്പിലും ഒക്കെ ഒരു കരാട്ടെ സാധനം, ഒരു കരാട്ടക്കാരന്റെ ഡിസിപ്ലിൻ അയാളുടെ ലൈഫിലുണ്ട് ഉം. എന്ന് പ്രത്യേകം. അപ്പൊ നടപ്പിലൊക്കെയും നമുക്ക് ആ ഒരു സാധനം. പിന്നെ മാർക്കറ്റിലെ കുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് പോലും വളരെ കൂളായിട്ടാ. അതെ അതെ. അതായത് ഒരു പോലീസുകാരനെ കുത്തി എന്നാൽ ഓടി രക്ഷപ്പെട്ടേക്കാമെന്ന് പറയുന്നുള്ള പരിപാടിയൊന്നുമില്ല. വളരെ കൂളായിട്ടാണ് ഇയാൾ തിരിച്ചു വന്നത്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡൊക്കെ കൃഷാന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. ഉം. പിന്നെ നമുക്ക് കൃഷാന്തിന്റെ ഒരു ഒരു പരിപാടി എന്ന് വെച്ചാൽ, കൃഷാന്ത് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്ത്, ഒരു ഉം. ആംബിയൻസ് ബിൽഡ് ചെയ്ത് നമ്മളെ ആ പൊസിഷനിലേക്ക് കൊണ്ട് നിർത്തും. അപ്പൊ ഉം. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറും. ഉം. ഇപ്പം ആ കൊന്ത കടിച്ചു പിടിക്കുന്ന സാധനം, അത് എനിക്ക് അന്നേരം തോന്നിയ ഒരു ഒരു കാര്യമാണ്. ഞാനായിട്ട് തല്ലാൻ പോകുമ്പോ ഞാൻ കൊന്ത വായിൽ വെക്കും. ഉം. അപ്പൊ ഉം. ലാസ്റ്റത്തെ ഫൈറ്റ് ഇപ്പൊ അരിക്കുട്ടനും ടീമും എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതാണ്, അതെ. അത് തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു സാധനമായിരുന്നു. ഉം. പിന്നെ ഞാൻ അവരെ പിള്ളേരായിട്ടേ കണ്ടിട്ടുള്ളൂ, ഇവരെനിക്കൊരു ത്രെട്ടായി മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഉം. 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 അതുകൊണ്ടാണ് ആ പോയിന്റിൽ കൊന്ത കടിക്കാഞ്ഞത്. ഞാൻ എനിക്ക് എനിക്ക് വേണ്ടി ഞാൻ മാത്രം ഉണ്ടാക്കിയ ചില ജസ്റ്റിഫിക്കേഷൻസ് ആണ്. മനസ്സിലായി. ആഹ് ഇങ്ങനെയാണ് കൃഷാന്ത് ബ്രീഫ് വന്നിരുന്നത്. ഉം. ഇപ്പൊ അതിൽ നിന്ന് തന്നെയാന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ അങ്ങനത്തെ ഒരു നമ്മളൊരു ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിനെ ആക്ടർ മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന ഒരു ഒരു എക്സ്ട്രാ ഇതാണല്ലോ ഈ കൊന്ത കടിച്ചു പിടിച്ചിട്ട് തല്ലിന് ഇത് ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ ഒരു സ്വാഗർ ആകാം, പോട്ടെ പറയാം, അയാളുടെ ജസ്റ്റിഫിക്കേഷൻ എന്തും അതിനകത്ത്. ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഏതൊരു ക്യാരക്ടർ ആയിക്കോട്ടെ, ഇപ്പൊ ബ്രൂസ്ലിയുടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു കരാട്ടയ്ക്കും കാര്യങ്ങൾക്കും. ഏതൊരു കഥാപാത്രം കിട്ടിയാലും ഇതൊന്നും ഇത്രയും പരിപാടികളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചേട്ടന്റെ ഒരു പ്രോസസ്സ്? ആ ക്യാരക്ടർ കിട്ടുന്നു, അതുമായിട്ട് ഇരുന്ന് ചേട്ടൻ്റെതായിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ പോകാനാണോ, അതൊരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് സെറ്റിലോട്ട് കയറി ചെന്ന് ഡയറക്ടർക്ക് എന്താണോ അങ്ങനെയാണോ, എന്താ ചെയ്യേണ്ട ഒരു ഞാൻ പരിപാടി? എനിക്ക് ആഹ് എനിക്ക് അങ്ങനെ ഒരു പ്രിപ്പറേഷൻസ് ഒന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. കാരണം ഞാൻ ആക്ടർ ആവുന്നതിന് മുമ്പ് ഞാൻ ഒരു ടെലിവിഷൻ ആങ്കർ ആയിരുന്നു. ഞാൻ ഒരു പ്രോഗ്രാം വർഷങ്ങളോളം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ ആയിരുന്നു. അപ്പം അത് 1 hour ഷോ ആണ്. അപ്പൊ എന്നോട് എപ്പോഴും അതിന്റെ ഡയറക്ടർ പറയണം, നീ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്തോണ്ട് വാ, വെറുതെ വന്ന് എന്ന് പറയാതെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തോണ്ട്. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു. പ്രിപ്പയർ ഉം. പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന ദിവസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടേക്ക് പോകേണ്ടി വന്നത്. കാരണം ഞാൻ പഠിച്ചത് അതുപോലെ പറയാൻ നോക്കി, ആ. ഒരു വാക്ക് തെറ്റുമ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ ഒന്നുകൂടെ, വൺ മോർ. അപ്പൊ ഉം. ഉം. പിന്നീട് എനിക്ക് മനസ്സിലായി, സ്പോണ്ടേനിറ്റി ആണ് എന്റെ ഒരു ആങ്കറിംഗിൽ, സ്പോണ്ടേനിറ്റി ആണ് എന്റെ ഒരു ഒരു സ്ട്രെങ്ത്. ഉം. അപ്പം മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുവച്ചിട്ട് വരുന്ന പോലെ അങ്ങ് ആങ്കർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ആങ്കറിംഗിൽ സ്വീകരിച്ചത്. ആക്ടിങ്ങിലേക്ക് വന്നപ്പോഴും ആക്ച്വലി എനിക്ക് കാര്യമായിട്ട് വലിയ അറിവില്ല. ഇപ്പോഴത്തെ ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ധാരാളം ഈ പറയുന്ന പോലെ ആക്ടിങ് വർക്ക്ഷോപ്പുകളും ഉം. തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും ഒക്കെയുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതലും സിനിമയിലും ആക്ടേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്നൊരു സമയത്ത് നമുക്ക് ആക്ടിങ് വർക്ക്ഷോപ്പുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല. ഉം. 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 ഞാന് ഇപ്പൊ വളരെ അടുത്താണ് ഈ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ പോലത്തെ കാര്യങ്ങൾ വരുന്നതും ട്രെയിനിങ് വരുന്നതും. എനിക്ക് അതിനെപ്പറ്റി ഒന്നും കാര്യമായിട്ട് അറിയത്തുമില്ലായിരുന്നു. ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റി ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോ പിന്നീട് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ 2 സീൻ 3 സീൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഈ രണ്ടാം നിരയിൽ നിന്ന്, അതായത് മെയിൻ ആക്ടേഴ്സ് ഫ്രണ്ട് നിൽക്കുമ്പോൾ അതിന്റെ പുറകിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു PhD ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഉം. അപ്പൊ അങ്ങനത്തെ ചില പൊഴിക്കൈകൾ നമ്മൾ വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ഉം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മുൻനിരയിലേക്ക് എത്തിക്കഴിയുമ്പോൾ
എന്തൊക്കെ ചേഞ്ചസ് എന്നുള്ളത്. നമ്മൾ വർഷങ്ങളായിട്ട് ഈ സിനിമയുടെ പുറകെ അഭിനയിക്കാനായിട്ട് ഇങ്ങനെ നടന്നിരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യണം, ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യണം. ഈ ആഗ്രഹത്തിന്റെ പുറത്താണ് ആക്ച്വലി ഇങ്ങനത്തെ വേഷങ്ങൾ വരുമ്പോൾ ഇതൊക്കെ വർക്കായി പോകുന്നത്. പക്ഷെ ആ ക്യാരക്ടറിന് വേണ്ടി എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഹോംവർക്കും ചെയ്യുന്നില്ല. ഡയറക്ടറിനെ പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ഡയറക്ടറിനോട് ചോദിക്കും, സാർ ഇത് ഈ മീറ്റർ ആണോ, ഈ മീറ്റർ ആണോ, ഇയാൾ എങ്ങനെയാണ്? ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു ക്യാരക്ടർ ഞാൻ കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. ചില ക്യാരക്ടേഴ്സ് അത്രയൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല, ബാക്കിയുള്ളവർ പണിയെടുത്തോളും, നമ്മൾ വെറുതെ നിന്ന് ബിഹേവ് ചെയ്താൽ മതി എന്നുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു 1-2 ചോദ്യങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പോകത്തില്ല, ചെയ്യാൻ പോകുന്ന ജോലി ചെയ്തിട്ട് പോരും. പക്ഷെ ചില ക്യാരക്ടേഴ്സ് നമ്മൾ കുറച്ച് എഫേർട്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ക്ലാരിറ്റി കിട്ടും തോറും അത് നന്നായിക്കൊണ്ടേയിരിക്കും. അത് ക്ലാരിറ്റി കിട്ടും തോറും ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുന്നതല്ല, നമുക്ക് കൂടുതൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മെക്കാനിസം നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പൊ മുത്തെടുത്ത് വായിൽ വെക്കുന്ന, മാലയെടുത്ത് വായിൽ വെക്കുന്നത് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നുമല്ല. ആ നടന്നു പോയപ്പോ എനിക്ക് തോന്നിയ ഒരു സാധനമാണ് ആ മാല വെറുതെ ഒന്ന് കടിച്ചു പിടിച്ചേക്കാം എന്ന് പറഞ്ഞത്. കടിച്ചു പിടിച്ചു. ആ കടിച്ചു പിടിച്ചത് ഡയറക്ടർ ഒരു സ്ലോ മോഷനും കൂടെ അവിടെ പിന്നീട് ആഡ് ചെയ്തപ്പോ അത് ഭയങ്കര രസമായിട്ട് മാറി. അത് രസമായിട്ട് മാറിയെന്ന് കണ്ടപ്പോ നമുക്ക് തോന്നി അതിലൊരു ഒന്ന് ചെറിയ രണ്ട് ചിരിയുണ്ട്, അതും കൂടെ ഉണ്ട്. ആ